ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ തോമസ് ഐസക്കിന്റെ പ്രതികരണത്തിൽ നിന്ന് പാർട്ടി ഒന്നാകെ തന്നെ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നു എന്നൊരു തോന്നലുണ്ടോ? നിശ്ചയമായും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തോമസ് ഐസക്ക് മാത്രമല്ല, ഇപ്പം നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്ന CPM-ൻ്റെ ഭൂരിഭാഗം നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സെക്രട്ടേറിയറ്റിലും അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമിതിയിലുമൊക്കെ വളരെ വിശദമായ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് നടക്കുമെന്ന് തന്നെയാണ്. നോക്കൂ, ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. സ്വാഭാവികമായും ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടുണ്ടായി എന്ന് ആ പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ സമൂഹത്തിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള തിരുത്തലുകൾ അനിവാര്യമായിട്ട് വരുന്ന പക്ഷം അത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടൊരു പാർട്ടി തന്നെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്നത്. മാത്രമല്ല, ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് CPM-ന് കൂടുതൽ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു തിരിച്ചടിക്ക് എന്താണ് വഴിവെച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിലുടനീളം ഞാൻ എടുത്തിട്ടുള്ളൊരു പൊസിഷൻ, ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇടതുപക്ഷ അനുഭാവം പുലർത്തിയിരുന്ന ചില പ്രത്യേക വിഭാഗങ്ങൾ ആ ചേരി വിട്ട് BJP-യുടെ ചേരിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ആശയപരമായ മാറ്റം കേരള സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊട്ടും തന്നെ അഭിലഷണീയമായ ഒരു കാര്യമല്ല എന്ന നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നതും അത് ഒരു പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്നീതി CSDS ആഫ്റ്റർ പോൾ സർവേ നടത്തുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്രാവശ്യം വോട്ടർമാരെ സ്വാധീനിച്ച ഘടകങ്ങളിൽ ഒന്ന് ഈ സർക്കാർ വിരുദ്ധ തരംഗം തന്നെയായിരുന്നു. അതിൻ്റെ ശതമാനം വളരെ കുറവാണ്. 23% മാത്രമേ വോട്ടർമാർ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിഗണിച്ചിട്ടുള്ളൂ അവർ വോട്ട് ചെയ്തപ്പോൾ എന്നാണ്. അത് മറ്റൊരു സാഹചര്യമാണല്ലോ. ഇപ്പോൾ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമാണെങ്കിൽ കൂടിയും ഈ 23% എന്ന് പറയുന്നത് അത്ര ചെറിയൊരു പെർസെൻറ്റേജ് അല്ല. അതൊരു വോട്ട് സ്വിങ് ഉണ്ടാക്കാൻ കഴിയുന്ന പെർസെൻറ്റേജാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ CPM-ൽ നിന്നും ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നു പോവുകയും അവർ BJP-യോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ, വടക്ക് ഈ തീയ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ഒരിക്കൽ പോലും BJP-യിലേക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല. അവരത്ര കമ്മ്യൂണലല്ല. എന്നാൽ ആ വിഭാഗങ്ങൾ എപ്പോഴും ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന വിഭാഗങ്ങളാണ്. അവരിപ്രാവശ്യം UDF-ന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 10-12 സീറ്റുകളിൽ ഈ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷമൊക്കെ ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ നിശ്ചയമായും ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. അത് ഒരു സർക്കാർ വിരുദ്ധ തരംഗം മാത്രമല്ല. ഇപ്പോൾ ഈ CPM-ൻ്റെ തുടർഭരണത്തിന് ശേഷം ഇപ്പോൾ പ്രധാനമായും നമ്മുടെ തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പാർട്ടി പ്രവർത്തകരുടെ പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലാത്തതാണോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഈ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. തുടർഭരണത്തിന് ശേഷം ഈ പാർട്ടി പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി മുതലാണ് കേട്ടോ. മുഖ്യമന്ത്രി മുതൽ താഴെ തട്ടിൽ വരെയുള്ള എല്ലാ പ്രവർത്തകരും അവരുടെ ഈ പറയുന്ന സമീപനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാർഷ്ട്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് വളരെ നെഗറ്റീവായൊരു ഇഫക്റ്റ് ഉണ്ടാക്കും. നമ്മളിപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ കൂടുതൽ വിനയാന്വിതരാകണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഏതെങ്കിലും ഒരു പ്രത്യേക പരീക്ഷ എഴുതി പാസ്സായിട്ടല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒന്നും ആകുന്നത്. ഇപ്പോൾ ഒരു പരീക്ഷ പാസ്സായി IAS ഒക്കെ എടുത്ത് ജില്ലാ കളക്ടർ ആകുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ധാർഷ്ട്യം കാണിക്കാം. കാരണം ഞാൻ പഠിച്ച് പരീക്ഷ ഒന്നാമതായി പാസ്സായി നേടിയെടുത്തൊരു ബിരുദമാണിതെന്ന്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ MLA MP എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് അവർക്ക് നൽകുന്നൊരു പദവിയാണ്. സ്വാഭാവികമായും അവർക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അധികാരത്തിലൊക്കെ ഇരിക്കുമ്പോൾ പരമാവധി വിനയാന്വിതരാവുക എന്നുള്ളത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. ഇപ്പം ഈ പറയുന്ന നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ല എങ്കിൽ ആവശ്യത്തിന് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല, അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഈ നവകേരള സദസ്സ് ഏത് രീതിയിലാണ് കേരളത്തിലെ വാർത്തയായത്? ഈ പറയുന്ന പൂച്ചട്ടി പ്രയോഗം കൊണ്ടും ജനരക്ഷാ പ്രവർത്തനം എന്നുള്ള വാക്കൊക്കെ കൊണ്ടുമൊക്കെയാണ്. അതൊക്കെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നന്നായി ഭരിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ല എങ്കിൽ അത് ജനങ്ങളോട് നേരിട്ട് പറയുകയും അത് വളരെ ലളിതമായും വളരെ സ്നേഹത്തോടും ഒക്കെ പറയുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു പൊതുസമൂഹത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൊതുസമൂഹമാണ് നമ്മളെ വിലയിരുത്തുന്നത്. ആ പൊതുസമൂഹമാണ് നമ്മളെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യത്തോട് വേണം എപ്പോഴും നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കാൻ. അധികാരമുള്ളപ്പോൾ അത് കൂടുതൽ നന്നായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം തോമസ് ഐസക് ഉന്നയിക്കുന്നത് ഒരു ചെറിയ വിമർശനമായി ഞാൻ കാണുന്നത്. അത് ആ പാർട്ടിക്ക് ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു പക്ഷമാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ എതിരാളികളായിട്ടുള്ള കോൺഗ്രസിൻ്റെ AK ആൻ്റണി മുതൽ
വി ഡി സതീശൻ വരെയുള്ള നേതാക്കൾ പറയുന്നുണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടാവണം, കേരളത്തിലുണ്ടാവണം. കാരണം എന്താണ്, ഇടതുപക്ഷത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് മറ്റു പല ഛിദ്രശക്തികൾക്കും വളർന്നു വരാനുള്ളൊരു ഇടമൊരുക്കും. അതൊട്ടും തന്നെ നല്ല കാര്യമല്ല. അതുകൊണ്ട് ഇടതുപക്ഷം കേരളത്തിലുണ്ടാകേണ്ടതുണ്ട്, ഇന്ത്യയിലുണ്ടാകേണ്ടതുണ്ട്. ആ ഇടതുപക്ഷം പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ പല വിധ്വംസക ശക്തികൾക്കുമെതിരെ ഉയർത്തുന്നതിൽ ശക്തമാണ്. അതുകൊണ്ട് ആ ഭാഗം ഇല്ലാതായി പോവുക, അവർക്ക് ജനങ്ങളുടെ ഒരു പിന്തുണ ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതൊട്ടും തന്നെ പ്രോഗ്രസീവുമല്ല. അപ്പോൾ പിന്നെ എന്താ വേണ്ടത്? ഇടതുപക്ഷം തിരുത്തേണ്ട കാര്യങ്ങളിൽ തിരുത്തണം. അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ധാർഷ്ട്യം പോലെയുള്ള പ്രശ്നങ്ങൾ ഇടതുപക്ഷം തിരുത്തിയേ മതിയാകൂ. അധികാരത്തിലിരിക്കുന്നവർ കൂടുതൽ വിനയാന്വിതരാകണം. മറ്റൊരു കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അഴിമതി സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലുള്ള ദേഷ്യമാണോ? എന്താണ് ഈ അഴിമതി സംബന്ധിച്ചുള്ള ആക്ഷേപം എന്ന് പറയുന്നത്? ഒരു സംശയവും വേണ്ട കേട്ടോ. ഈ എക്സാലോജിക്ക് പോലുള്ള പ്രശ്നങ്ങൾ അത് എത്ര സാങ്കേതികമായി നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചാലും അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ട് കേരളത്തിലെ സമൂഹത്തിനിടയിൽ. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തും. നിങ്ങളുടെ അഭിപ്രായത്തെ അത് സ്വാധീനിക്കും. നിങ്ങൾക്ക് ആ പാർട്ടിയോടുള്ള, ആ സർക്കാരിനോടുള്ള, ആ മുഖ്യമന്ത്രിയോടുള്ള, ആ മന്ത്രിസഭയോടുള്ള സമീപനത്തെയൊക്കെ അത് സ്വാധീനിക്കും. അപ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ തോമസ് ഐസക് പറയാതെ പറയുന്നത് ഈ പറയുന്ന അഴിമതി ആക്ഷേപം എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആക്ഷേപം തന്നെയാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ ഗുരുതരമായ ചില പ്രശ്നങ്ങളെ തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടമാണോ ഈ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്ന വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം, സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഘടകമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണത് സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ രീതിയിൽ ക്രിയാത്മകമായി തന്നെയാണ് തോമസ് ഐസക്കിൻ്റെ വിമർശനങ്ങളെ ഞാൻ കാണുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മളിപ്പോൾ ഈ ബൈറ്റിൽ കേൾപ്പിച്ചല്ലോ, ഇത് പാർട്ടിക്കകത്തിരുന്ന് പാർട്ടിക്കാർ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ മാത്രം ഒരു പ്രസ്ഥാനമല്ല, അത് പൊതുജനത്തിൻ്റെ പ്രസ്ഥാനമാണ്. കൃത്യമായ നിരീക്ഷണമാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, പൊതുജനങ്ങളുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ കറക്ഷൻസ് വരുത്താൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അത് പൊതുവായി പ്രസ്താവിക്കപ്പെടുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ അത് ചർച്ച ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ധാരണകളോ തെറ്റിദ്ധാരണകളോ അത് മാറ്റാൻ മുൻകൈയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് CPM-ൻ്റെ സെക്രട്ടേറിയറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ CPM-ൻ്റെ സംസ്ഥാന സമിതിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ചില തിരുത്തലുകൾ വരുത്തിയേക്കാം, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മെച്ചപ്പെടുത്തിയേക്കാം എന്ന് മാത്രം തീരുമാനിച്ചാൽ പോരെ. ഉമ്മൻചാണ്ടി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്താൽ മാത്രം പോരാ, ആ കാര്യം ചെയ്തു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം, അഥവാ ബോധ്യപ്പെടുത്തുകയും വേണം എന്ന് ഉമ്മൻചാണ്ടി പറയും. അപ്പോൾ അതേപോലെയാണ് നമ്മൾ തിരുത്തൽ വരുത്തുന്നു എന്ന് പറയുമ്പോൾ ആ തിരുത്തൽ എന്താണ് വരുത്തുന്നത് എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥമാണ്. അങ്ങനെയാണെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പെരുമാറ്റ രീതികളിൽ ഇങ്ങനെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രവർത്തന രീതികളിൽ ഇങ്ങനെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അനാവശ്യമായ ചില വിവാദങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്, ചില ആക്ഷേപങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്, തുറന്നു പറയേണ്ടി വരും. എന്നാൽ മാത്രമേ ജനങ്ങൾക്കത് ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് CPM തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാനിവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള CPIയുടെ വാദമോ അല്ലെങ്കിൽ പിണറായിയാണ് ഈ തോൽവിക്ക് കാരണം അല്ലെങ്കിൽ പിണറായിയുടെ പെരുമാറ്റമാണ് ഈ തോൽവിക്ക് കാരണം എന്നൊന്നും വിലയിരുത്തുന്നില്ല. പക്ഷേ ഓരോരോ ഘടകങ്ങൾ ചേർന്നാണ് നമ്മളുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുക. ആ എല്ലാ ഘടകങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അത് പൊതുസമൂഹത്തിനോട് ഉത്തരവാദിത്തപ്പെട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് തോമസ് ഐസക്കിൻ്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ വളരെ ക്രിയാത്മകമാണ്. ആ വിമർശനങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ പാർട്ടി പൊതുസമൂഹത്തോട് അത്തരം കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയും ചെയ്യും. അങ്ങനെ ഒരു ക്ലാരിറ്റി വരുത്താത്ത പക്ഷം ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്താൻ CPM-ന് കഴിയട്ടെ, ഇടതുപക്ഷത്തിന് കഴിയട്ടെ. കാരണം ഇടതുപക്ഷം ഈ സമൂഹത്തിന് അനിവാര്യമായ ഒരു പക്ഷമാണ്. ആ പക്ഷം ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെട്ടാൽ സംഭവിക്കാനിരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ തന്നെ വലിയ അപകടകരമായിട്ടുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ CPM തുറന്ന വിമർശനങ്ങൾക്കും, CPM-ൻ്റെ തന്നെ രീതി എന്താ, കമ്മ്യൂണിസ്റ്റുകളുടെ രീതി എന്ന് പറയുന്നത് വിമർശനം മാത്രമല്ലല്ലോ, സ്വയം വിമർശനവും ഉണ്ടല്ലോ. അപ്പോൾ ആ സ്വയം വിമർശനം നടത്തി കറക്റ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, നമുക്ക് ബാക്കിയുള്ള ഒരു അഭിപ്രായങ്ങളിലേക്ക് Meet the editors.